വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ 2023 ഓണം എക്സാമിൻ്റെ ക്വാർട്ടർലി എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ മുഴുവൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ 5 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 4 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാന്നുള്ള 5 ക്വസ്റ്റ്യൻ അതിൻ്റെ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അതായത് 1 കിലോഗ്രാം സോൾവെന്റിൽ 1 മോൾ സൊല്യൂട്ട് ആണ് ഉള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് 1 മോളാൽ അല്ലേ. 1 കിലോഗ്രാം സോൾവെന്റിൽ 2 മോൾ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ 2 മോളാൽ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്, ഓരോ കിലോഗ്രാം സോൾവെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതിന് വിളിക്കുന്ന പേരാണ് എന്താണ് പറയുന്ന പേര്? മൊളാലിറ്റി അല്ലേ. അപ്പോൾ ആൻസർ എന്താ? മൊളാലിറ്റി ആണ് ആൻസർ. മൊളാലിറ്റി. ക്ലിയർ അല്ലേ? യെസ്, മൊളാലിറ്റി ആണ് ആൻസർ. മൊളാരിറ്റി അല്ല, മൊളാലിറ്റി. ഓക്കെ, നെക്സ്റ്റ്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ? 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 6.022. എഴുത്ത് കാണുന്നില്ല എന്ന് തോന്നുന്നു. റെഡി. 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ഇലക്ട്രോണിന്റെ ചാർജ് എത്ര എന്നുള്ളതാണ്. 1 മോൾ ഇലക്ട്രോൺ എത്ര? 6.022 ഇൻറ്റു 10⁻23. ഇത്രയും ഇലക്ട്രോണിന്റെ ചാർജ് എത്ര എന്ന് വെച്ചാൽ അതിന് 1 ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻19 കൂളുമാണ്. ക്ലിയർ അല്ലേ? സോ അതിന് വാല്യൂ കിട്ടുക എബൌട്ട് 96,500 കൂളും. ഓക്കെ, എബൌട്ട് 96,500 കൂളുമാണ്. അപ്പോൾ 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 96,500 കൂളുംബാണ്. ക്ലിയർ? ഇത് ഫാരഡേസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, റൈറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ചോദിച്ചിരിക്കുക. അതായത് യൂണിറ്റ് അറിഞ്ഞാൽ നമുക്ക് ഏത് ഓർഡറാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ്. അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എത്രയാണെന്ന് വെച്ചാൽ മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. മോൾ L റേസ് ടു -1 S റേസ് ടു -1. അതായത് മോൾ L റേസ് ടു റേറ്റ് കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 10⁻³ മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ പെട്ടെന്ന് മനസ്സിലാക്കണം ആ റിയാക്ഷൻ ഏത് റിയാക്ഷനാ? സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഏതാ? സീറോ ഓർഡർ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എത്ര വെച്ചാൽ സെക്കൻഡ് റേസ് ടു -1 ആണ് അല്ലെ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് റേറ്റ് കോൺസ്റ്റന്റ് എത്രയാ? യൂണിറ്റ് എത്രയാ? സെക്കൻഡ് റേസ് ടു -1. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാക്കുക ആ റിയാക്ഷൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Limiting molar conductivity of weak electrolyte can be calculated by. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ലോ ഏതായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മക്കൾ പഠിച്ചാണ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോ കോളറാഷ്യസ് ലോ ആണ്. മോളാർ കണ്ടക്ടിവിറ്റി, കോളറാഷ്യസ് ലോ പറയുന്നതാണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനൈറ്റ് ഡയലൂഷൻ ഈസ് ദ സം ഓഫ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ്. സം ഓഫ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ്. ഫോർ എക്സാമ്പിൾ Ab2 എന്നുള്ള മോളിക്യൂളാണ് Ab2 CaCl2. Ab2 എന്നുള്ള മോളിക്യൂൾ ആണെങ്കിൽ A+ അയോണിന്റെ അയോണിക് കണ്ടക്ടിവിറ്റി പ്ലസ് B- അയോണിന്റെ അയോണിക് കണ്ടക്ടിവിറ്റി ആണ്. Molar conductivity of an electrolyte at infinite dilution is the sum of ionic conductivity of cations and anions. Clear അല്ലേ? യെസ് യെസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 5 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ കഴിയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഫസ്റ്റ് റോഡ് ട്രാൻസിഷൻ എലമെന്റ് വിച്ച് ഡസ് നോട്ട് ഷോസ് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 3D സീരീസ് ഏതാ? സ്കാൻഡിയം അല്ലേ? സ്കൂട്ടി, വിക്രമൻ ഫിക്കോ നിക്കൂസൺ ആണ് അല്ലെ. നിക്കൂസൺ, സ്കൂട്ടി, വിക്രമൻ, ഫിക്കോ, നിക്കൂസൺ ഇതാണല്ലേ. സ്കാൻഡിയം ആണ്. സ്കാൻഡിയം 21 അല്ലെ. 21, 22, 23, 24, 25, 26, 27,
28, 29, 30. ക്ലിയർ അല്ലേ? ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് എളുപ്പം, നമുക്ക് അറിയാലോ. എങ്ങനെ വരിക? 4s2 ഇതാ 4s2 3d1. ശരിയല്ലേ? ഇങ്ങനെ ഇതാ 4s2 3d2. ക്ലിയർ അല്ലേ? ഇതെങ്ങനെയാ? 4s2 3d3. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് തേർഡ് ഇതാ സ്കൂട്ടി, വിക്രമൻ, ഫിക്കോ, നിക്കൂസൺ. ഇതിൽ ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുന്നത്. ഇതിൽ ആരാണ് വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കാത്ത എലമെന്റ് ആരാ? സ്കാൻഡിയം ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യനുമായി 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 മാർക്ക് ഡിസ്കഷനുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.